ഹലോ ചങ്കുകളെ, RK ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആൾക്കാരി റഹിമ കൊച്ചു. അപ്പം ഇന്നിപ്പോൾ എനിക്ക് കാണിക്കാൻ വിശേഷങ്ങളൊന്നുമല്ല, എനിക്കിന്ന് പറയാനുള്ള കാര്യങ്ങളാണ്. എന്തോ എനിക്ക് പറയണമെന്ന് തോന്നി. ആരും കേൾക്കില്ലായിരിക്കാം, ആർക്കും മനസ്സിലാകത്തില്ലായിരിക്കാം. എന്നാലും ഇനി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന, ഇനി അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരുപാട് പേര് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ജീവിക്കാൻ മരിക്കുക, അല്ലെങ്കിൽ മക്കളെ ഉപേക്ഷിച്ച് മറ്റുള്ള ആൾക്കാരുടെ കൂടെ പോകുക, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലി കാര്യങ്ങളാണ്. നമുക്കതിനകത്ത് ഇടപെടാൻ പറ്റില്ല. എന്നാലും എനിക്കറിയാവുന്നവരോടായാലും ഇപ്പം നമ്മൾ ഒരു ആൾക്ക് വിഷമമുണ്ടെങ്കിലൊക്കെ നമ്മൾ പറയും, അത് ആ വിഷമങ്ങളൊക്കെ ഇപ്പം ഉണ്ടാകും, അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഫ്രണ്ട്സുകൾക്കായാലും നമുക്കറിയുന്നവർക്കായാലൊക്കെ. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മാതാപിതാക്കൾ നമ്മൾ എന്നും പേപ്പർ എടുക്കുമ്പോഴായാലും നമ്മൾ TV തുറന്നാലും ഫോൺ തുറന്നാലും നമ്മൾ കാണുന്നത് മക്കളെ കൊന്നിട്ട് സ്വയം മരിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു കാമുകിയുടെ കൂടെ പോകാനോ അല്ലെങ്കിൽ കാമുകന്റെ കൂടെ പോകാനോ മക്കളെ കൊന്നിട്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ കാണുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങള് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ, ഏറ്റവും പ്രണയിക്കുന്ന സമയത്ത്, സ്നേഹത്തോടെ കൂടി ഇരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ സ്വകാര്യ സന്തോഷ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ദൈവം തന്നതാണ് ആ കുഞ്ഞുങ്ങളെ. നിങ്ങൾ സന്തോഷമായിട്ടുണ്ടായിരുന്ന സമയങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തന്നതാണ് കുഞ്ഞു മക്കളെ, അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല, നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പരസ്പരം പ്രശ്നങ്ങള്, ഭാര്യയ്ക്ക് വേറെ ബന്ധം, ഭർത്താവിന് വേറെ ബന്ധം, അതല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുന്നില്ല, കുടുംബത്ത് പ്രശ്നങ്ങള്, കടങ്ങള്, പല പല അസുഖങ്ങള്, പല പല കാര്യങ്ങള്, എല്ലാവർക്കും പല പല പ്രശ്നങ്ങൾ. ഈ ഇരിക്കുന്ന എനിക്കുമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ഈ ലോകത്തില്ല. പക്ഷെ നമ്മൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യണേ എന്ന് ഞാൻ ചോദിക്കില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇഷ്ടം. ജീവിക്കണോ മരിക്കണോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, നമ്മളാണ്, നമ്മൾ ഓരോ വ്യക്തികളാണ്. പക്ഷേ എന്തിനാ മക്കളെ കൊല്ലുന്നേ? എന്തിനാ നിങ്ങളുടെ മക്കളെ കൊല്ലുന്നേ? ഐറ്റങ്ങള് എന്താ പറയാ, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ദൈവം നമ്മുടെ കൈകളിൽ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ജീവനാണ് ആ കുഞ്ഞു മക്കള്. അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ, നിങ്ങൾ ജീവിച്ച പോലെ, നിങ്ങൾ ആസ്വദിച്ച പോലെ, നിങ്ങൾ എങ്ങനെ ഇവിടം വരെ എത്തിയോ, നിങ്ങൾ എന്തൊക്കെ അത് അനുഭവിച്ചെത്തിയോ, നിങ്ങൾ എത്ര സന്തോഷിച്ചെത്തിയോ, നിങ്ങൾ എന്തെല്ലാം എൻജോയ്മെന്റ് നിങ്ങൾ ചെയ്തോ ജീവിതത്തിൽ, അതെല്ലാം ആ കുഞ്ഞുങ്ങൾക്കും അവകാശമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട്. മനസ്സിലായ? നമ്മുടെ മക്കൾക്ക് ഈ ഭൂമിയിൽ അവരെ ദൈവം വിളിക്കുന്ന കാലത്തോളം ഈ ഭൂമിയിലുള്ള എല്ലാ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും എല്ലാം അനുഭവിക്കാനുള്ള എല്ലാത്തിനുള്ള അവകാശം നമ്മുടെ മക്കൾക്കുമുണ്ട്. അവരെ കൊല്ലാനുള്ള അവകാശം ഒരിക്കലും നമുക്ക് ആർക്കില്ല. നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ നിങ്ങൾ മരിച്ചോ. നിങ്ങൾക്ക് ഒരാളുടെ കൂടെ പോണോ, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് വഴികളുണ്ട്, കുടുംബ കോടതികളുണ്ട്. പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ഡിവോഴ്സ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ കൂടെ ജീവിക്കാം. ഒരിക്കലും അതിനാരും തടസ്സം നിൽക്കില്ല. പക്ഷേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. അവരെ ജീവിക്കാൻ വിടാം. ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കുട്ടികളെ, അതായത് വയസ്സായവരെ പോലും കളയുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ അമ്മമാരെ അച്ഛന്മാരൊക്കെ മനുഷ്യർക്ക് വേണ്ട കാട്ടിക്കളയുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അവരെ ഏൽപ്പിക്കുക. ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനത്തെ ഉണ്ട്. അനാഥാലയങ്ങളുണ്ട്. ഇപ്പൊ അനാഥാലയങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം മാതാപിതാക്കൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പ്രൊട്ടക്ഷനും സ്നേഹവും വാത്സല്യവും എല്ലാം, വിദ്യാഭ്യാസവും എല്ലാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് പോകണോ, അതിന് നിങ്ങളുടെ മക്കളൊരു തടസ്സമാണെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഒരിക്കലും നിങ്ങൾ ആ മക്കളെ കൊല്ലാൻ നിങ്ങൾ തീരുമാനിക്കരുത്. നിങ്ങൾ ആ മക്കളെ കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഏൽപ്പിക്കുക. ഒരു സ്ഥാപനങ്ങളും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് കൈവിടത്തില്ല. അതുകൊണ്ട് ഒരപേക്ഷയാണ്,
ഈ ഇരിക്കുന്ന എനിക്കും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഞാനും പലവട്ടം ചിന്തിച്ചേക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും പലവട്ടം നമ്മളെ ഒരുപാട് കടങ്ങൾ വരുമ്പോൾ, ഒരുപാട് സമൂഹത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ, മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ ചെയ്താലോ എന്ന്. ഞാനും പലവട്ടം ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് ആത്മഹത്യ ചെയ്താലോ എന്നുള്ളത്. പക്ഷെ എനിക്കത് ചെയ്യാൻ തോന്നും, അങ്ങനെ ചിന്തിക്കുമെങ്കിലും ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താണെന്നറിയാമോ? എന്നെ ഏൽപ്പിച്ച എൻ്റെ 3 മക്കളുണ്ട്. എൻ്റെ കൈകളിൽ ദൈവം എനിക്ക് 3 മക്കളെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നെ വളർത്താൻ ഏൽപ്പിച്ചു തന്നേക്കണതാണ്. എനിക്ക് അവരെ വളർത്തിയേ പറ്റൂ. ഞാനില്ലെങ്കിൽ അവരില്ല. നമ്മളില്ലെങ്കിൽ അവരാര് നോക്കും? നമ്മൾ കൊടുക്കുന്ന സ്നേഹവും കരുതലും നമ്മുടെ മക്കൾക്ക് ആര് കൊടുക്കും? ആരും കൊടുക്കൂല. ഒരു പക്ഷെ അവര് നമ്മളെ നാളെ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. നമ്മുടെ മക്കള് നാളെ വലുതാകുമ്പോൾ നമ്മളെ ചിലപ്പോ വല്ല അനാഥാലയത്തിലേക്ക് കൊണ്ടാക്കിയേക്കാം. ആക്കിക്കോട്ടെ. പക്ഷെ നമുക്ക് നമ്മളുടേതായ കടമകളും കർത്തവ്യങ്ങളും ഉണ്ട്. നമ്മൾ അവർക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാനും എൻ്റെ ഭർത്താവും സന്തോഷമായി ജീവിക്കുന്ന നിമിഷങ്ങളിൽ ഉണ്ടായതാണ് എൻ്റെ 3 മക്കള്, അല്ലേ? ഇപ്പൊ എനിക്ക് ദുഃഖമാണ്. എൻ്റെ ഭർത്താവില്ല, ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ബന്ധം വേണം, അപ്പൊ എൻ്റെ മക്കള് തടസ്സമാണ്, അന്ന് അവരെ കൊന്നു കളഞ്ഞേക്കാം എന്ന് വിചാരിക്കാൻ പാടില്ല. എന്തുവേണം നമുക്ക് ചെയ്യാം, പക്ഷെ നമ്മുടെ മക്കളെ കൊന്നളയാൻ പാടില്ല. അവരെ നമ്മൾ ജീവിപ്പിക്കണം, അവരെ വളർത്തണം. അവര് ഈ ഭൂമിയിലുള്ള എല്ലാ സന്തോഷങ്ങളും എല്ലാം കണ്ട് അവര് വളർന്ന് അവര് ഈ സമൂഹത്തിലേക്ക്, അവര് നമുക്കാവാൻ പറ്റാത്ത ഉയർച്ചകളിലേക്ക് അവരെ നമ്മൾ എത്തിക്കണം. ഏറ്റവും നല്ല മക്കളായി, സമൂഹത്തിന് ഏറ്റവും ഉപകാരമുള്ള മക്കളായിട്ട് നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾ പ്രയത്നിക്കണം. കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മൾ അതിന്റെ വഴിക്ക് വിടാം. നമ്മളെ കൊണ്ട് എന്നിട്ട് പറ്റുന്നില്ല എങ്കിൽ അവരെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടാക്കാം. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറഞ്ഞ എനിക്കും ഉണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും. പക്ഷെ ഞാൻ എൻ്റെ മക്കളെ വളർത്താൻ തന്നെയാണ് തീരുമാനിച്ചേക്കണത്. ഞാൻ എൻ്റെ കണ്ണടയുന്നത് വരെ, അതായത് എന്നെ ദൈവം കൊണ്ടുപോകുന്നത് വരെ എന്നെ കൊണ്ട് പറ്റുന്ന എന്തും എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കും. അവരെ ഞാൻ നല്ല ഉയർച്ചകളിലേക്ക് എത്തിക്കും. അതിന്റെ എൻ്റെ മുമ്പിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതെനിക്കൊരു പ്രശ്നമല്ല. കാരണം എൻ്റെ ലക്ഷ്യം എൻ്റെ മക്കളാണ്, എൻ്റെ ജീവിതം എൻ്റെ മക്കളാണ്. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കലും ദൈവത്തെ ഓർത്ത് നമ്മുടെ മക്കളെ കൊന്നു കളയരുത്. ഇനി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഇനി മക്കളെ കൊല്ലാൻ തീരുമാനിച്ച് നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതൊന്ന് കാണണം. പറ്റുമെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരോടും കൂടി ഞാൻ പറയണേ, ഇനി ഒരു മക്കളും അവര് ഒരു അച്ഛൻ്റെയുടെ അമ്മയുടെ കൈകൾ കൊണ്ട് മരണപ്പെടാനുള്ള ഇട വരുത്തരുത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവരെ നിങ്ങൾ സുരക്ഷിതമായ കൈകളിലേക്ക് എത്തിക്കുക. താങ്ക് യു ചങ്കളെ.